ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകമാണ് നോക്കുവാനുള്ളത്. ധർമ്മസ്വനുഷ്ഠിതഃ പുംസാം വിശ്വക്സേന കഥാസു യഃ നോത്പാദയേദ്യതി രതിം ശ്രമ ഏവ ഹി കേവലം. ധർമ്മസ്വനുഷ്ഠിതഃ, ധർമ്മഃ സ്വനുഷ്ഠിതഃ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ധർമ്മസ്വനുഷ്ഠിതഃ. ധർമ്മഃ എന്ന് പറഞ്ഞാൽ ധർമ്മം, സ്വനുഷ്ഠിതഃ അത് വേണ്ട വിധത്തിൽ അത് അനുഷ്ഠിക്കപ്പെട്ടതായാൽ കൂടി, പുംസാം വിശ്വക്സേന കഥാസു യഃ, യഹ എന്ന് പറഞ്ഞാൽ യാതൊരു, പുംസാം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക്, വിശ്വക്സേന കഥാസു വിഷ്ണു കഥകളില്, നോത്പാദയേദ്യതി രതിം ന ഉത്പാദയേത് യതി, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് നോത്പാദയേദ്യതി. ന ഉത്പാദയേത് എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല, യതി എന്ന് പറഞ്ഞാൽ എങ്കിൽ. ന ഉത്പാദയേത് യതി ഉൽപ്പാദിപ്പിക്കുന്നില്ല എങ്കിൽ എന്തിനെ, രതിം താല്പര്യത്തെ, അതായത് ഭഗവാന്റെ കഥകളിൽ യാതൊരു ധർമ്മമാണോ പുമാന്മാർക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് ഭഗവാന്റെ കഥകളിൽ യാതൊരു താല്പര്യത്തെയും ജനിപ്പിക്കുന്നില്ല എങ്കിൽ ശ്രമ ഏവ ഹി കേവലം, അത് കേവലം എന്നാൽ നിശ്ചയമായിട്ടും ശ്രമം ഏവ, ശ്രമ ഏവ എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രയത്നം മാത്രമാണ്. അതുകൊണ്ട് ഗുണമുണ്ടാകുന്നില്ല എന്നർത്ഥം. നമ്മൾ ഏത് തരത്തിലുള്ള പ്രവൃത്തി ചെയ്താലും അത് ഭഗവത് ഭക്തിയെ ജനിപ്പിക്കുന്നതായാൽ അത് തന്നെയാണ് ശ്രേയസ്സിനുള്ള ഉത്തമമായ സാധനം എന്ന് പറയുകയാണ് ഇവിടെ. നമ്മുടെയൊക്കെ വർണ്ണാശ്രമങ്ങൾക്ക് അനുസരിച്ചുള്ള ധർമ്മത്തെ നന്നായി അനുഷ്ഠിച്ചാലും ചില സമയത്ത് ആ അനുഷ്ഠാനം ശ്രീഹരി ഭഗവാന്റെ കഥകളിൽ വേണ്ടത്ര താല്പര്യം ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഒരു അന്ധകരണ ശുദ്ധി നമ്മളിൽ ഉണ്ടാക്കിയെന്ന് വരില്ല. അങ്ങനെ വന്നാൽ നമ്മൾ ചെയ്ത ഈ ധർമാനുഷ്ഠാനമൊക്കെ അത് കേവലം പ്രയത്നം മാത്രമായി പോകും, അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്നില്ല. ഇനിയും ഭഗവാന്റെ കഥകളിൽ ആ രതി ഉണ്ടാവണമെങ്കിൽ, താല്പര്യം ഉണ്ടാകണമെങ്കിൽ അന്ധകരണ ശുദ്ധി ഉണ്ടായിരിക്കണം. അതുണ്ടാകണമെങ്കിലോ കർമ്മങ്ങൾ അതനുസരിച്ചാവണം. നമ്മുടെ കർമ്മങ്ങൾ ഒന്നും ആഗ്രഹിക്കാതെ മറ്റാരെയും വേദനിപ്പിക്കാതെ എല്ലാം ഭഗവത് പ്രീതിക്കായിക്കൊണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന ഭാവത്തോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ ഓരോ കർമ്മവും നമ്മുടെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള എന്നോ ഏതൊക്കെയോ ജന്മജന്മാന്തരങ്ങളായിട്ടോ ഒക്കെ വഹിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഈ മലങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുന്നതാണ്, കഴുകിക്കളയുന്നതാണ്. മറിച്ച് നമ്മുടെ ഓരോ കർമ്മവും ഭഗവാനെ നീ എനിക്ക് അത് തരണമേ, അത് സാധിച്ചു തരണമേ എന്നുള്ള ഭാവത്തിൽ ചെയ്യുകയും, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ എനിക്കെല്ലാം ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ കേൾക്കുന്ന എൻ്റെ ഒരു ആജ്ഞാനുവർത്തിയാണ് ഭഗവാൻ എന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ കർമ്മത്തിൻ്റെ റിസൾട്ടിലാണ്, ഫലത്തിലാണ് നമ്മുടെ കണ്ണ്. തന്നെയുമല്ല, അങ്ങനെ ഭഗവാൻ എനിക്കെല്ലാം ചെയ്തു തരും എന്നുള്ള ഒരു അമിത വിശ്വാസം കൊണ്ട് തന്നെ ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭഗവാന് പ്രിയപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ, ഭഗവാന്റെ ചരിതങ്ങളൊക്കെ വർണ്ണിക്കുന്നതൊക്കെ ഞാൻ പാരായണം ചെയ്യുന്നുണ്ട് എന്ന് കരുതി
ഞാൻ ആരെയെങ്കിലും വേദനിപ്പിക്കുന്ന ഒരു വാക്കെങ്കിലും പറഞ്ഞാൽ അവിടെ എൻ്റെ അന്ധകരണ ശുദ്ധി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്തൊന്നാണോ അത് കൂടുതൽ ഇല്ലാതെയാവും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ. ആ അന്ധകരണ ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനിങ്കൽ ഭക്തിക്ക് ദൃഢതയുണ്ടാവുന്നുള്ളൂ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ധർമ്മസ്വനുഷ്ഠിത പുംസാം വിശ്വക്സേന കഥാസു യഃ നോത്പാദയേദ്യതിരതിം ശ്രമ ഏവ ഹി കേവലം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ധർമ്മസ്വനുഷ്ഠിത, അവിടെ മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ ചില ഗ്രന്ഥങ്ങളിൽ ധർമ്മ സ്വനുഷ്ഠിത എന്ന് വേറെ കൊടുത്തിട്ടുണ്ടാവും. അത് ചേർത്ത് വായിക്കുന്നതാവും കൂടുതൽ ശരിയെന്ന് പറയാറുണ്ട്. അവിടെ ധർമ്മസ്വനുഷ്ഠിത എന്ന് പറയുമ്പോൾ സ കൂട്ടക്ഷരമാണ്. അതുപോലെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ യഹ് എന്ന് പറയുന്നിടത്തും വിസർഗമുണ്ട്. നോത്പാദയേദ്യതി, അവിടെ പദം പിരിക്കണ്ട, അവിടെ ന ഉത്പാദയേത യതി ആണ്. വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. ധർമ്മസ്യ ഹ്യാപവർഗസ്യ നാർത്ഥോർത്ഥായോപകൽപ്പതേ നാർത്ഥസ്യ ധർമ്മൈകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃതഃ. ധർമ്മസ്യ ഹ്യാപവർഗസ്യ, ധർമ്മസ്യ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ, ഹ്യാപവർഗസ്യ എന്ന് പറയുന്നത് ഹി ആപവർഗസ്യ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഹ്യാപവർഗസ്യ. ഹി എന്നുള്ളത് അവിടെ ഒന്ന് നിശ്ചയമാക്കാൻ, ഉറപ്പാക്കാനായിട്ട് പറയുന്നതാണ്. ആപവർഗസ്യ എന്ന് പറഞ്ഞാൽ അപവർഗത്തെ ഉദ്ദേശിച്ചുള്ള അഥവാ മോക്ഷത്തെ ഉദ്ദേശിച്ചുള്ളത്. നാർത്ഥോർത്ഥായോപകൽപ്പതേ, ന അർത്ഥായ, ന അർത്ഥ അർത്ഥായ ഉപകൽപ്പതേ, ഇങ്ങനെയാണ് വാക്കുകൾ വരുന്നത്. ന എന്ന് പറഞ്ഞാൽ ഇല്ല അല്ലെങ്കിൽ അല്ല എന്നുള്ള അർത്ഥം. അർത്ഥ എന്ന് പറഞ്ഞാൽ ധനം. അർത്ഥായ പ്രയോജനത്തിനായിക്കൊണ്ട്, ഉപകൽപ്പതേ എന്ന് പറഞ്ഞാൽ അത് ഉതകില്ല, ഉതകുക എന്നുള്ള അർത്ഥം. ഉപകൽപ്പത, ന ഉപകൽപ്പത എന്ന് പറഞ്ഞാൽ ഉതകില്ല എന്നുള്ള അർത്ഥം. അപ്പോൾ മോക്ഷത്തെ ഉദ്ദേശിച്ചുള്ള ധർമ്മത്തിൻ്റെ പ്രയോജനത്തിനായിക്കൊണ്ട് ധനം ഉതകില്ല. നാർത്ഥസ്യ ധർമ്മൈകാന്തസ്യ, ന അർത്ഥസ്യ ആണ് നാർത്ഥസ്യ. അതായത് ന എന്നാൽ ഇല്ല എന്നുള്ള അർത്ഥം. അർത്ഥസ്യ അർത്ഥത്തിൻ്റെ, ധർമ്മൈകാന്തസ്യ, ധർമ്മ ഏകാന്തസ്യാണ് ധർമ്മൈകാന്തസ്യ, ധർമ്മത്തെ മാത്രം നിശ്ചയിച്ചിരിക്കുന്ന. കാമോ ലാഭായ ഹി സ്മൃതഃ. കാമഹ എന്ന് പറഞ്ഞാൽ വിഷയഭോഗങ്ങൾ. ലാഭായ അതിൻ്റെ ലാഭത്തിനായിക്കൊണ്ട്, അതിനെ നേടുന്നതിനായിക്കൊണ്ട്. സ്മൃതഃ എന്ന് പറഞ്ഞാൽ സ്മരിക്കപ്പെടുക. ഇവിടെ പറഞ്ഞത് ശ്രീഹരി ഭഗവാനിൽ വിഷയവൈരാഗ്യവും അതുകൊണ്ട് തന്നെ ആത്മജ്ഞാനം സിദ്ധിക്കും എന്നുള്ളതിനുകൊണ്ട് ശ്രീഹരി ഭഗവാനിലുള്ള ഭക്തിയാണ് പരമമായ ധർമ്മമെന്ന് നമ്മൾ മുൻപേ പറഞ്ഞു. എന്നാൽ മറ്റു ചിലരുടെ അഭിപ്രായം അനുസരിച്ച് ധർമ്മത്തിൻ്റെ ഫലം
അർത്ഥമാണെന്നും അർത്ഥത്തിൻ്റെ ഫലം കാമമാണെന്നും, അതായത് വിഷയഭോഗങ്ങളാണെന്നും, കാമത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ഇന്ദ്രിയപ്രീതിയാണ്. ഈ ഇന്ദ്രിയപ്രീതി നിമിത്തമാണ് വീണ്ടും നമ്മളൊക്കെ പ്രവൃത്തി ചെയ്യാൻ ഇടയാക്കുന്നത്. പിന്നെയും ധർമ്മവും അർത്ഥവും അങ്ങനെ അതിൻ്റെ പിന്നീട് വീണ്ടും കാമവും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ചാക്രികമായ രീതിയിൽ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മറ്റൊരു കാര്യത്തിൽ പറഞ്ഞാൽ ഈ അർത്ഥം നേടുന്നതിന്, ധനം നേടുന്നതിന് വേണ്ടിയിട്ടാണ് ധർമ്മം എന്ന് കരുതുന്നവരും ഉണ്ട്. ഈ സംസാര സങ്കടങ്ങളെയൊക്കെ തീർത്തിട്ട് നിത്യാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാനെ ആശ്രയിക്കുന്നത് തന്നെ മോക്ഷം എന്ന പരമമായ ധർമ്മത്തെ നേടുവാനാണ് എന്നറിയുന്നിടത്താണ് ഈ ക്ഷണികമായ സുഖങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ പ്രീതികൾക്ക് വേണ്ടി കാമവും അർത്ഥവും മാർഗമായി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അതാണ് വേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് പോകില്ല. അങ്ങനെ നമ്മൾ പരമമായ ധർമ്മം എന്താണ് എന്ന് നന്നായി ഊട്ടി ഉറപ്പിച്ചാൽ അവിടെ ഇന്ദ്രിയപ്രീതിയും കാമവും അർത്ഥവുമൊക്കെ തുച്ഛമാണെന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പോൾ പരമമായ ധർമ്മമായ മോക്ഷപ്രാപ്തി അതാണ് മുഖ്യമെന്ന് കരുതുന്നവരെ സംബന്ധിച്ചിടത്തോളം ധർമ്മം ധനലാഭത്തിന് വേണ്ടിയുള്ളതല്ല, കാമപൂരണത്തിനുള്ളതല്ല, ഇന്ദ്രിയ പ്രീതിക്കുള്ളതല്ല, അത് ഭഗവത് പ്രീതിക്ക് മാത്രമുള്ളതാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ധർമ്മസ്യ ഹ്യാപവർഗ്യസ്യ നാർത്ഥോർത്ഥായോപകൽപതേ നാർത്ഥസ്യ ധർമ്മൈകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃതഃ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹ്യാപവർഗസ്യ, ഹി ആപവർഗീയസ്യ ആണ്, ഹ്യാപവർഗീയസ്യ. അതുകൊണ്ട് തന്നെ ഹ്യ എന്ന അക്ഷരത്തിൻ്റെ ആകാരം നീട്ടിയെടുക്കുക. അതുപോലെ നാർത്ഥോർത്ഥായോപകൽപതേ, ന അർത്ഥായ ഉപകൽപതയാണ്. അതുകൊണ്ട് നാർത്ഥോർത്ഥായോപകൽപതേ. അവിടെ വായിക്കുമ്പോൾ അത് തെറ്റുകൂടാതെ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് സ്മൃത എന്ന് പറയുന്നിടത്ത് വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുവാൻ ശ്രമിക്കുക. ഇനി അടുത്തത് 10ാമത്തെ ശ്ലോകമാണ്. കാമസ്യ നേന്ദ്രിയ പ്രീതിർലാഭോ ജീവേത യാവതാ ജീവസ്യ തത്വജിജ്ഞാസാ നാർത്ഥോ യശ്ചേഹ കർമ്മഭി. കാമസ്യ നേന്ദ്രിയ പ്രീതിർലാഭോ ജീവേത യാവതാ. കാമസ്യ, കാമത്തിനായിക്കൊണ്ട്, വിഷയഭോഗത്തിനായിക്കൊണ്ട്, നേന്ദ്രിയ പ്രീതിർലാഭോ, ന ഇന്ദ്രിയ പ്രീതി ലാഭഃ. ഇങ്ങനെ 3 വാക്കുകളുണ്ട് അവിടെ. ന ഇന്ദ്രിയ പ്രീതി ലാഭഃ, ഇന്ദ്രിയ പ്രീതി, ഇന്ദ്രിയങ്ങളുടെ പ്രീതിക്കായിക്കൊണ്ട്, ന ലാഭഃ, പ്രയോജനമല്ല. ജീവേത യാവത, ജീവേത, ജീവിക്കുന്നു, യാവത, അതായത് എത്രമാത്രം കൊണ്ട് നമ്മൾ ജീവിക്കുന്നുവോ, ജീവസ്യ തത്വജിജ്ഞാസ നാർത്ഥോ യശ്ചേഹ കർമ്മഭി. ജീവസ്യ തത്വജിജ്ഞാസ, ജീവസ്യ, ഈ ജീവിക്കുന്നതിൻ്റെ, ജീവനത്തിൻ്റെ തത്വജിജ്ഞാസ, തത്വത്തെ അറിയുവാനുള്ള ആഗ്രഹം,
നാർത്ഥോ യശ്ചേഹ കർമ്മഭി. ന അർത്ഥമാണ് നാർത്ഥോ. അർത്ഥ എന്ന് പറഞ്ഞാൽ പ്രയോജനം. യാതൊരു പ്രയോജനവുമില്ല. യശ്ചേഹ കർമ്മഭി. യഹ ച കർമ്മഭി. യഹ ച ഇഹ കർമ്മഭി. ഇങ്ങനെ 3 വാക്കുകളാണ് അവിടെ. യഹ എന്ന് പറഞ്ഞാൽ യാതൊന്നാണോ, ഇഹ എന്ന് പറഞ്ഞാൽ ഈ ഇഹലോകത്തിൽ, കർമ്മഭി എന്ന് പറഞ്ഞാൽ കർമാനുഷ്ഠാനങ്ങൾ കൊണ്ട്. അപ്പോൾ വിഷയാനുഭവത്തിന് ഇന്ദ്രിയ സംതൃപ്തി അല്ല ഫലം, മറിച്ച് എത്രമാത്രം ജീവിക്കുന്നോ അത്രമാത്രമാണ് അതിൻ്റെ ഫലം. അതെന്നും ഉണ്ടാവില്ല എന്നർത്ഥം. ജീവിക്കുന്നതിൻ്റെയൊക്കെ പ്രയോജനമാകട്ടെ അത് തത്വ ജിജ്ഞാസുവായിട്ട് ജീവിക്കുന്നതിലാണ് കാര്യം വരിക. അല്ലെങ്കിൽ തത്വത്തെ അറിയുവാനുള്ള ഒരു ആഗ്രഹം ഉള്ളിടത്ത് മാത്രമേ ആ ജീവിതം കൊണ്ട് പ്രയോജനമുള്ളൂ. നമ്മൾ ചെയ്യുന്ന കർമാനുഷ്ഠാനങ്ങൾ കൊണ്ട് ഈ ഇഹലോകത്തിൽ വലിയ പ്രയോജനമുണ്ടാകുന്നില്ല എന്നർത്ഥം. വിഷയഭോഗരൂപമായിട്ടുള്ള കാമത്തിൻ്റെ പരമപ്രയോജനം എന്ന് പറയുന്നത് ഇന്ദ്രിയപ്രീതി അല്ല എന്നർത്ഥം. ഇന്ദ്രിയങ്ങളൊക്കെ കാമോപഭോഗത്താൽ ഒരിക്കലും അത് തൃപ്തിയെ പ്രാപിക്കുന്നില്ല. ആ തൃപ്തി എന്ന് പറയുന്നത് ക്ഷണികമാണ്. പരിപൂർണമായ ഒരു തൃപ്തി അതിനൊരിക്കലും ഉണ്ടാകുന്നില്ല. മറിച്ച് വീണ്ടും വീണ്ടും അതിനുള്ള ഒരു ആഗ്രഹം കൂടി വരികയും ചെയ്യും. അതേസമയം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതുപോലെയുള്ള ഈ വിഷയോപഭോഗങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സ് പിന്തിരിയുകയാണെങ്കിൽ, വിഷയസേവ ചെയ്യുന്നത് തന്നെ താല്പര്യമില്ലാതെ ആയിക്കഴിഞ്ഞാൽ, യാതൊന്നിനെ അറിഞ്ഞാലാണോ ആ പരമമായ ആനന്ദം ലഭിക്കുന്നത്, അത് അറിയുവാൻ, ആ തത്വജിജ്ഞാസ, തത്വത്തെ അറിയുവാനുള്ള ഒരു ഉത്സുകത ഉണ്ടാവുന്നതാണ്. ആ ഒരു പ്രവൃത്തി മാത്രമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പരമമായിട്ടുള്ള പ്രയോജനം. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കാമസ്യ നേന്ദ്രിയ പ്രീതിർലാഭോ ജീവേത യാവതാ ജീവസ്യ തത്വജിജ്ഞാസ നാർത്ഥോ യശ്ചേഹ കർമ്മഭി. നേന്ദ്രിയ പ്രീതിർലാഭോ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അവിടെ ല കൂട്ടക്ഷരമാണ്, അതും ശ്രദ്ധിക്കുക. അതുപോലെ നാർത്ഥോ, ന അർത്ഥോ ആണ്, അവിടെയും ശ്രദ്ധിക്കുക. പിന്നെ കർമ്മഭി, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 11ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.